ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം അത്യന്തം ദൃഢമാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര പൂരകങ്ങളാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം പാരമ്പര്യ മൂല്യങ്ങൾ, അന്തസ്സ് എന്നിവയാൽ ബന്ധിതമാണ്. മാത്രമല്ല, ഇത് രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള അഭേദ്യമായ ബന്ധം കൂടിയാണ്. സത്യത്തിലും സത്യസന്ധതയിലുമാണ് ദാമ്പത്യത്തിന്റെ അടിത്തറ സ്ഥാപിച്ചിരിക്കുന്നത്. നുണയും വഞ്ചനയും കലർന്ന ബന്ധം ഒരിക്കലും നീണ്ടു നിൽക്കില്ല. ആചാര്യ ചാണക്യൻ പറയുന്നു, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും വരാൻ അനുവദിക്കരുത്. കാരണം പവിത്രമായ ബന്ധം മുറിയുമ്പോൾ ശബ്ദമുണ്ടാവില്ല, പക്ഷേ മനസ്സിനെയും തലച്ചോറിനെയും മുറിവേൽപ്പിക്കുന്ന ഒരു വേദനയുണ്ടാകും. ഈ വേദന സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. വിവാഹശേഷം നിങ്ങളുടെ ഭാര്യയിൽ ഈ മാറ്റങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ജീവിതം നരക തുല്യമാകുമെന്ന് ചാണക്യൻ പറയുന്നു. അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭർത്താവല്ലാതെ മറ്റൊരാളുമായി ബന്ധം പുലർത്തുന്ന സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു ഭർത്താവായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. സ്വഭാവം മോശമായ അത്തരം സ്ത്രീകൾ സംയമനം ഇഷ്ടപ്പെടുന്നില്ല. അവർ ഭർത്താവിനെ ശത്രുവായി കണക്കാക്കുന്നു. അത്തരം സ്ത്രീകൾ ഭർത്താവിന്റെ ജീവിതം നരക തുല്യമാക്കുമെന്ന കാര്യം ഉറപ്പാണെന്ന് ചാണക്യൻ പറയുന്നു. ഭർത്താവ് ജ്ഞാനിയും ഭാര്യ വിഡ്ഢിയുമാണെങ്കിൽ അവൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുമെന്ന് ചാണക്യൻ വിശദീകരിക്കുന്നു. വിഡ്ഢികളായ ആളുകൾ ജ്ഞാനികളോട് തർക്കിക്കുന്നു. പ്രബുദ്ധമായ കാര്യങ്ങൾ കേൾക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നില്ല. അത്തരം വിഡ്ഢികളായ ഭാര്യമാർക്ക് ഭർത്താവ് ശത്രുവിനെ പോലെ ആയിരിക്കുമെന്നും ചാണക്യൻ പറയുന്നു. വിവാഹശേഷം സ്ത്രീയും പുരുഷനും വീട് ഒരുമിച്ച് ഭരിക്കുന്നു. എന്നാൽ സ്ത്രീ അത്യാഗ്രഹിയും ദുർവ്യായവുമുള്ളവളാണെങ്കിൽ അത്തരമൊരു വീട് ഒരിക്കലും പുരോഗതി പ്രാപിക്കില്ലെന്ന് ചാണക്യൻ പറയുന്നു. അത്തരമൊരു സ്ത്രീ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും പണത്തിനായി ഭർത്താവിനെ ഉപദ്രവിക്കുകയും ചെയ്യും. അവർ അത്യാഗ്രഹത്താൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഭൂരിഭാഗം സ്ത്രീകൾക്കും കള്ളം പറയുന്ന ശീലമുണ്ട്. ചില സ്ത്രീകൾക്ക് വീട്ടിലെ അംഗങ്ങളെ കുറിച്ച് കുശുകുശുക്കുന്ന സ്വഭാവവും ചെറിയ കാര്യങ്ങളെ വലുതാക്കി പറയുന്ന ശീലവുമുണ്ട്. അത്തരം സ്ത്രീകളെ ആരും വിശ്വസിക്കില്ല. ഈ സ്ത്രീകൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരിക്കലും ബഹുമാനവും ലഭിക്കില്ല. അത്തരം ശീലമുള്ള ഭാര്യമാർ ഭർത്താവിന്റെ ജീവിതം നരകമാക്കുന്നു. ദേഷ്യം കാണിക്കുന്നത് സ്ത്രീകളുടെ ശീലമാണ്. പക്ഷേ എല്ലാ കാര്യത്തിലും കോപം കാണിക്കുന്നത് ശരിയല്ല. കാരണം മുന്നിൽ നിൽക്കുന്നയാൾക്ക് നിങ്ങളോട് വളരെ ദേഷ്യം തോന്നുകയും അതിന്റെ ദൂഷ്യഫലങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യുന്നു. ദേഷ്യ സ്വഭാവമുള്ള ഭാര്യമാരുള്ള പുരുഷന്മാർക്ക് ജീവിതം ഒരു ദുരിതമായി മാറുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. മുതിർന്നവരെ ബഹുമാനിക്കാത്ത സ്ത്രീകൾ വീടിന്റെ ഐശ്വര്യക്കേടാണ്. അത്തരം സ്ത്രീകൾ മുതിർന്നവരോട് അപമര്യാദയായി സംസാരിക്കുകയും ഏതു കാര്യത്തിനും വഴക്കിടുകയും ചെയ്യുന്നു. അവർ വീടിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും വലിയ ഭീഷണിയാണ്. അത്തരമൊരു ഭാര്യയുള്ള ഒരു പുരുഷൻ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ലഭിക്കില്ല എന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങളുടെ ജീവിത പങ്കാളിക്കൊപ്പം മതിയായ സമയം ചെലവഴിക്കുക. അത് നിങ്ങളുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു. തിരക്ക് പിടിച്ച ഷെഡ്യൂളുകൾക്കിടയിൽ നിങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോഴെല്ലാം നിങ്ങൾ അത് പൂർണ്ണമായും ആസ്വദിക്കണം. കാരണം സമയക്കുറവ് നിങ്ങളുടെ ബന്ധത്തിൽ അകലം ഉണ്ടാക്കുന്നു. നല്ല ബന്ധത്തിന്റെ നിലനിൽപ്പിന് പ്രധാനമാണ് ആശയവിനിമയം. അതായത് നിങ്ങൾ പങ്കാളിയുമായി ധാരാളം സംസാരിക്കുക. ഇത് നിങ്ങളുടെ ആശയങ്ങൾ വികസിപ്പിക്കും. പരസ്പരം മനസ്സിലാക്കാനും അറിയാനുമുള്ള ആഗ്രഹം ഉണ്ടാക്കും. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിച്ച് ജീവിക്കുക. ദാമ്പത്യ ബന്ധത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വഞ്ചിക്കരുത്. ചെയ്ത തെറ്റ് അംഗീകരിക്കുക. തെറ്റ് ആവർത്തിക്കാതിരിക്കുക. വഞ്ചനയും നുണയുമാണ് ഏതൊരു ബന്ധത്തിനും ഏറ്റവും അപകടകരമായ കാര്യമാണെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യന്റെ ഇത്തരം വചനങ്ങൾ ശ്രവിച്ച് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും സന്തോഷം കൈവരുത്തുവാൻ നിങ്ങൾക്കും സാധ്യമാകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.